എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബംഗാളി സ്വീറ്റ് ആയിട്ടുള്ള റസ്മലായി ആണ്. പൊതുവേ മിൽക്ക് സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒന്നായിരിക്കും ഈ റസ്മലായി. സാധാരണ നമ്മളിത് സ്വീറ്റ് ഷോപ്പിലൊക്കെ പോയിട്ടല്ലേ വാങ്ങി കഴിക്കാറ്. മാത്രമല്ല അതിനൊക്കെ നല്ല പൈസയാവും. അപ്പോൾ ഇനി നമുക്ക് അത് പുറത്തുനിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ പഞ്ഞ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള റസ്മലായി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനത് കുറച്ച് ഡീറ്റെയിലായി പറഞ്ഞതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിലായി പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. റസ്മലായി ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാല് ഒന്ന് പിരിച്ചെടുക്കണം, അതായത് പനീർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3/4 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരികയേ വേണ്ടൂ, ഒരുപാട് കിടന്ന് ബോയിലാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ പാല് തിളച്ച ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിന് ശേഷം നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആട കെട്ടി നിൽക്കും, അതില്ലാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. അതുമാത്രമല്ല ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ആറും വേണം. നമുക്ക് കയ്യിൽ ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൊറുക്കണ ഒരു ചൂടുണ്ടാവുമല്ലോ, ആ ഒരു ചൂടെത്തണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പനീർ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ പാല് കൈ പൊറുക്കണ ചൂടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിനീഗറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണതാണ്. അത് കുറച്ചായിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യത്തെ ഒരു ബാച്ച് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കുക, അതിന് ശേഷം വീണ്ടും ഒഴിക്കുക, പിന്നെയും നന്നായിട്ട് ഇളക്കുക. അങ്ങനെയാണ് നമ്മളിത് ചേർത്ത് പിരിയിച്ചെടുക്കേണ്ടത്. ഒറ്റയടിക്ക് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എടുത്ത അളവ് മതിയായില്ലെങ്കിൽ കുറച്ചുകൂടെ എടുക്കാവുന്നതാണ്. പാല് പിരിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനീറും വെള്ളവും രണ്ടും നല്ലോണം സെപ്പറേറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഈ വിനീഗർ മിക്സ്ചർ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചിലർ വിചാരിക്കും പിരിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കും. ആ ഒരു സ്റ്റേജിൽ എടുക്കാൻ പാടില്ല. നല്ലോണം രണ്ടും സെപ്പറേറ്റായി നമുക്ക് കാണാൻ കഴിയും. ആ ഒരു വെള്ളത്തിന് ലൈറ്റായിട്ടൊരു ഗ്രീൻ കളർ ഉണ്ടാവും. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് പനീർ ഇതിൽ നിന്ന് കിട്ടാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്, രണ്ടും നന്നായിട്ട് സെപ്പറേറ്റായി കിടക്കുന്നുണ്ട്. ഇനി താഴെ ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലായിട്ട് അരിപ്പ് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഒരു തുണി വെച്ചിട്ട് അതിലൂടെ ഈ പനീർ നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഉടനെ തന്നെ നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. വിനീഗറിൻ്റെ ചൊവയും അതുപോലെ തന്നെ മണമൊന്നും പനീറിലേക്ക് ഇറങ്ങാതിരിക്കാനാണ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അതുമാത്രമല്ല നമ്മൾ ഈ പനീർ ഉടനെ തന്നെ വേർതിരിച്ചെടുക്കണം, അല്ലെങ്കിൽ റബ്ബറി ആയി പോവും ആ വെള്ളത്തിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ. ഇനി ഈ ടവൽ എല്ലാ വശത്തുനിന്നും ഇതുപോലെ കൂട്ടിപ്പിടിച്ച ശേഷം ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം വേണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് പൈപ്പിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ തൂക്കിയിടുക. അപ്പോൾ വെള്ളം മുഴുവൻ ഡ്രെയിൻ ഔട്ടായി പോവും. അപ്പോൾ പനീറിലെ വെള്ളമെല്ലാം ഞാൻ കളഞ്ഞ ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഈ പനീർ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രംബ്ലി ആയിട്ടുണ്ടാവും, സോഫ്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഈ പ്ലേറ്റിലിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. പക്ഷേ ഞാൻ അടുത്ത ഒരു ടിപ്പ് പറയാൻ പോണത്, ഇത് നമ്മളൊരു മിക്സി ജാറിലിട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കുറച്ചുകൂടെ എളുപ്പമാവും. അതുമാത്രമല്ല നന്നായിട്ട് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും ചെയ്യാനായിട്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഞാൻ ഒന്ന് പൾസ് മോഡിലിട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്ത് വരണത്. അപ്പോൾ വീണ്ടും ഇതേ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ പൾസ് ചെയ്ത ശേഷം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പനീർ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം വീണ്ടും. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടാണ് പൾസ് ചെയ്ത് എടുത്ത ശേഷം കുഴച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 മിനിറ്റിൽ റെഡിയാവും. അല്ലാത്ത പക്ഷമാണെങ്കിൽ ഒരു 15 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് കുഴക്കേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുകയാണ്. കോൺഫ്ലോർ ഇല്ലാതെയും നമുക്ക് വെറും പനീർ കൊണ്ടും ചെയ്യാം.
പിന്നെ ഇത് തേച്ചെടുക്കേണ്ടത് ഈ കൈയിൻ്റെ അറ്റത്തായിട്ടാണ്. അങ്ങനെ തേച്ചെടുക്കുക, അങ്ങനെ പിന്നെ ഉരുട്ടിയെടുക്കുക, പിന്നെയും തേച്ചെടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ചെയ്തെടുത്ത് കഴിയുകയാണെങ്കിൽ ക്രാക്സ് ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും. ചെയ്ത് നോക്കണ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടി നോക്കണ സമയത്ത് ക്രാക്സ് ഒന്നും വന്നില്ലെങ്കിൽ നമ്മുടെ ഡോ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോ നല്ല പെർഫെക്റ്റായി ആയിട്ടുണ്ട്. ഇൻ കേസ് ക്രാക്സ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് കുഴച്ചെടുക്കുക വേണ്ടൂ. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് ശേഷം ഈക്വൽ പാർട്സായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈക്വൽ പാർട്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വേവിച്ചെടുക്കണ സമയത്ത് ഒരുപോലെ വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഒരേപോലത്തെ ബോൾസാക്കി എടുക്കാനായിട്ട് പറയണത്. ഇനി ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. ക്രാക്സ് ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ രസ്മലായി ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ടാക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. രസഗുളയാണെങ്കിൽ അതുപോലെ തന്നെ ബോൾ ഷേപ്പിലായിട്ട് തന്നെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാറ്. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. കണ്ടില്ലേ, ക്രാക്സ് ഒന്നും ഇല്ലാതെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 11 റസ്മലൈസാണ് കിട്ടിയത് കേട്ടോ. ഇനി രസ്മലായി വേവാനായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുക്കേണ്ടത്. അതിൻ്റെ 4 മടങ്ങ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1:4 റേഷ്യോ ആണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ഒരു റസ്മലായി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഷുഗർ സിറപ്പിൽ കിടന്ന് പൊട്ടാതെ കറക്റ്റായിട്ട് വേവാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ഓരോ ബോൾസായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഷുഗർ സിറപ്പിൻ്റെ ടെമ്പറേച്ചർ മാറിപ്പോവും. അങ്ങനെ ഓരോ രസ്മലായും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ത്രൂ ഔട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം തുറന്നിട്ട് മറുഭാഗം പതുക്കെ വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. വീണ്ടും ഒരു 10 മിനിറ്റ് വേണം വേവിച്ചെടുക്കാൻ. ഈ സമയമെല്ലാം ഹൈ ഫ്ലെയിമിൽ വേണം ഉണ്ടാവാനായിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ ചുടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി അടുത്ത ടിപ്പ്, ഇത് നന്നായിട്ട് വെന്തോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഒരു വെള്ളം നിറച്ച ഗ്ലാസ്സിലേക്ക് രസ്മലായി ഇട്ട് കൊടുത്ത ഉടനെ ഇത് താഴേക്ക് താണു പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ രസ്മലായി നല്ല പഞ്ഞ് പോലെ സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ നേരത്തെ ഇട്ട സൈസിനെക്കാട്ടിലും നന്നായിട്ട് വട്ടം വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 15 മിനിറ്റ് ഈ സിറപ്പിൽ തന്നെ കിടക്കട്ടെ. ആ നേരം കൊണ്ട് നമ്മൾ രസ്മലായിക്കുള്ള രസം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3/4 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വറ്റി വരണം. നന്നായിട്ട് വറ്റി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30% എങ്കിലും വറ്റിച്ചെടുക്കണം. എങ്കിൽ മാത്രമാണ് ഈ ഒരു രസ്മലായി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. പാലിങ്ങനെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ആട കെട്ടിക്കിടക്കും. അതൊക്കെ തിരിച്ച് ഈ പാലിലേക്ക് തന്നെ ഇടണം. അപ്പോഴാണ് നമ്മുടെ രസ്മലായി നല്ല ക്രീമി ആയിട്ടുണ്ടാവുക കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് പാലെടുത്ത് മാറ്റി വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കുക. ഇത് പാലൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ പാല് മീഡിയം ടു ഹൈ ഫ്ലെയിം ഇട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തും വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുങ്കുമപ്പൂവും പാലിൻ്റെ മിക്സ്ചർ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട്, ബദാം, പിസ്ത ഇത് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യെല്ലോ ഫുഡ് കളർ ഇതിൽ ചേർക്കുക. രസ്മലായി പൊതുവേ ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളറാണ് ഉണ്ടാവുക. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചേർക്കാനുള്ളത് ഏലക്കാപ്പൊടിയാണ്. അത് ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. രസ്മലായിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ഏലക്കാപ്പൊടി. അപ്പോൾ ഇനി ഇത് ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇനി ഈ രസ്മലായിൽ നിന്ന് ഷുഗർ സിറപ്പ് എല്ലാം മാറ്റിയെടുക്കണം. നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് മാറ്റണം. എങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പാലിൻ്റെ സിറപ്പിൽ ഈ ഒരു രസ്മലായി ഇടുന്ന സമയത്ത് നന്നായിട്ട് ഇതിനകത്തേക്ക് കയറുള്ളൂ. ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥാനത്തേക്ക് വരും. കണ്ടോ? അപ്പോൾ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ രസ്മലായിൽ ഷുഗർ സിറപ്പ് മാറ്റിയെടുത്ത് വെക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പാലിൻ്റെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം കേട്ടോ. പാല് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് അതിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ഒരു 4 to 6 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ഈ രസ്മലായി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അത്രയ്ക്ക് സ്വാദാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.